പ്രിയങ്ക അമ്മയുടെ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ്. അതിന് കാശുവല്ലം അല്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അതല്ല ഉദ്ദേശം. അതുകൊണ്ട് പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മൾ പണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട, എനിക്ക് താല്പര്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടെന്നേ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നീ ഒന്നും പറയണ്ട. അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടുന്ന വെച്ച് നടക്കൂല. ഈ ലൈന് കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 kV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിവാളിച്ചു. അമ്മയിൽ എന്തുണ്ടായി ഹേമ, ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല. വെറുതെ തല്ലുകൊള്ളണ്ട. ഹേമ കമ്മിറ്റിയിൽ വാതിലിൽ മുട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് വാർത്ത വന്നത്. ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. എത്ര വർഷമായി സിനിമ മേലോ വാതിൽ മുട്ടിയിട്ടുണ്ടോന്ന് ഞാൻ ചോദിക്കണം. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു. ഇല്ല, അതിന്റെ ആവശ്യം എനിക്കിപ്പില്ലല്ലോ. അത് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കിപ്പില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഈ മുട്ടുക എന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട്. മനസ്സിലായി. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മുട്ടിയത് എന്തിനാണെന്നറിയോ? എന്താ കാര്യം? ഞാൻ അന്ന് ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പനി കടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം അത് അറിഞ്ഞ വഴിക്ക് തന്നെ വേഗം വന്ന് ഒരു പ്രൊഡ്യൂസറുടെ ലെവലിൽ വന്ന് മുട്ടിയതാണ്. മുട്ടി തുറന്ന് പ്രിയങ്ക എങ്ങനെയുണ്ട് ആ സെക്കൻഡ് തന്നെ ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന ഒരു പ്രൊഡ്യൂസറാണ്. നീയാളൊരു മഹാനായി മാറി. അതെ, ആ മുട്ടിലാണ് സത്യാവസ്ഥയിലുള്ള ഒരു മുട്ടിൽ. ആ മുട്ടിൽ ഇനി അഥവാ വേറൊരു മുട്ടിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ കരുത്ത് എനിക്കുണ്ടെന്നേ. 30 വർഷമായാലും ഈ ഫീൽഡിൽ നിൽക്കണു. അപ്പൊ ചെകളയാ ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. അപ്പൊ നമ്മൾ